Hello, welcome to my channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ കുറച്ച് മീഷോന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടാണ് ഈ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പ്രോഡക്ട്സിന്റെ എല്ലാ ഡീറ്റെയിൽസും പ്രൈസും അതിന്റെ ക്വാളിറ്റിയും എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒട്ടും താമസിക്കേണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ ആദ്യം ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്രയ്ക്ക് വലിയൊരു ഇതൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു കർട്ടൻ പൈപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കർട്ടൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നേരത്തെ ഇവിടെ ഉള്ളതാണ്. ഈ ഒരു പൈപ്പ് വീട് വെച്ച സമയത്ത് കർട്ടനൊക്കെ ഹാങ് ചെയ്ത ശേഷം ബാക്കിയുള്ളതാണ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ബാക്ക്ഗ്രൗണ്ട് വാൾ സ്റ്റിക്കറാണ് കേട്ടോ. ഫസ്റ്റ് ഞാനിതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തു. അതിൻ്റെ ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്ത ശേഷം വാൾ ക്ലിപ്പ് വെച്ച് ഒട്ടിച്ചു. പിന്നെ ജസ്റ്റ് ആ പൈപ്പ് ഒന്ന് വെച്ച് നോക്കി. അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ബ്ലാക്ക് കളറിൽ ഈ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കർട്ടൻ ഹാങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബ്ലാക്കും വൈറ്റും ആയിട്ട് ചെയ്യാമെന്നാണ്. ബ്ലാക്ക് കളറിൽ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ സ്റ്റിക്കർ ചെയ്ത് ടൈപ്പ് ചെയ്ത് എടുത്തിട്ട് പിന്നീട് കർട്ടൻ ഫ്രണ്ടിൽ കൊടുക്കാം. പക്ഷേ ഇത് ചെയ്തു വന്നപ്പോഴാണ് ആ വാൾ സ്റ്റിക്കർ തികയാതെ വന്നു. പകുതി എത്തിയപ്പോഴേക്കും അത് തീർന്നു. ഇതുവരെ ഈ ഒരു പോർഷൻ വരെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പിന്നെ ഞാൻ പിന്നീട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിനൊക്കെ ശേഷം അതിനുശേഷം ഞാൻ പൈപ്പ് വെച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ പൈപ്പ് ആ ഹോൾഡറിനകത്ത് കറക്റ്റ് അല്ല. ഇതിനകത്ത് ഇതിനേക്കാൾ ചെറിയ PVC പൈപ്പൊക്കെ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം ക്ലിപ്പ് വാങ്ങിയിട്ട് അതിനനുസരിച്ചുള്ള പൈപ്പ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ എന്തായാലും ഈ ഒരു ടാസ്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു പോയി. അപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് ഫിനിഷ് ചെയ്തെങ്കിലും കാണണം എന്നുള്ള രീതിക്ക് ഞാനത് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് അത് ഇളകി വീഴുന്നുണ്ടായിരുന്നു. എന്നാലും ഫൈനൽ ലുക്ക് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. പിന്നെ മണി പ്ലാന്റിലെ ലുക്കിലുള്ള ഈ ഒരു ഗ്രീൻ ലീഫ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഹാങ് ചെയ്തു. അതിന് ശേഷമാണ് നമ്മുടെ ഡ്രീം ക്യാച്ചർ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഡ്രീം ക്യാച്ചർ വെക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഡെക്കോർ മാറ്റിയും മറിച്ചൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യാമല്ലോ. ഈ ഒരു ഹാങ്ങിങ് ഫ്ലവർ ഗാർലൻഡ് വാങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓണം സമയത്തുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഓണത്തിനൊന്നും ഇത്തവണ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ വലിയ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചെയ്തു വന്നപ്പോൾ എല്ലാം കൂടെ ദേ കിടക്കുന്നു താഴെ. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി കേട്ടോ. കാരണം ഇതെല്ലാം ഓരോ സാധനങ്ങളും നമ്മൾ ഓർഡർ ചെയ്ത് വന്ന് പൊട്ടിച്ച് നോക്കി വെയിറ്റ് ചെയ്ത് ഈ ഒരു ഡെക്കോർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനിയും വെയിറ്റ് ഒന്നും അതിൽ നിൽക്കില്ല. വെയിറ്റ് ഒന്നും നിൽക്കില്ല എന്നല്ല, ആ ക്ലിപ്പിൽ ഈ നമ്മൾ കർട്ടൻ ഹാങ്ങർ വെച്ചില്ലേ, അത് ആ പൈപ്പ് ഒട്ടും കറക്റ്റ് അല്ല. അതിന് ഒട്ടും ഫിറ്റ് ആവാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ എന്തെങ്കിലും ആവശ്യത്തിന് ഇതുപോലെ ഈ ക്ലിപ്പ് വാങ്ങുന്നവരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈപ്പ് സെലക്ട് ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കണം. ഈ ക്ലിപ്പ് വന്നിട്ട് കുറേ ദിവസമായി, പക്ഷെ ഞാൻ ഒരു തവണ പോലും അതിനകത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കിലൊക്കെ ആയിരിക്കും കേട്ടോ ഫൈനൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നത്. ഞാൻ പിന്നെ റിംഗ് ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ബ്ലാക്ക് സ്റ്റിക്കർ വീണ്ടും വാങ്ങിച്ചൊട്ടിച്ചു. ഒരു PVC പൈപ്പ് ഉണ്ടായിരുന്നത് അതിനെയും എടുത്ത് കണക്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ലെങ്ത്തിൽ എനിക്ക് കർട്ടനൊക്കെ ഇടാനായിട്ട് പറ്റി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതാണ് നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ ആ ഒരു ലൈറ്റൊക്കെ വരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അഫോർഡബിളായിട്ട് മീഷോ എന്നുള്ള ഈ പ്രോഡക്റ്റ്സ് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ എന്നും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.